നാളെ ഇലക്ഷൻ റിസൾട്ട് വരികയാണല്ലോ സർ. അപ്പോൾ BJP വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇക്കുറി ഇറങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 2000-ലധികം സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിച്ച വിവരം. അപ്പോൾ അത്രയും പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് അത്രത്തോളം നിർത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൽ മുൻതൂക്കം ആർക്കായിരിക്കും? എന്തായിരിക്കും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം? എങ്ങനെ വിധി എഴുതും? ഈ സാധാരണകൾ വ്യത്യസ്തമായിട്ടുള്ള ഈ വർഷത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത, സാധാരണ ഇന്നും ആരാ ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള ജനവികാരം സ്വാഭാവികമാണ്. ആ തരത്തിൽ ജനവികാരം ഇന്ന് കേരളത്തിൻ്റെ ലെവലുണ്ട്. കാരണം കൂടുതൽ ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് വിരുദ്ധമാണ്, എതിരാണ്. ഈ ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പാകെ വലിയ ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ വലിയ എതിർപ്പുകൾ അവർക്കുണ്ട്. കാരണം ഇപ്പോൾ ലാസ്റ്റ് നിമിഷം കൊണ്ടുപോയിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുറച്ച് കൂട്ടിയെന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. ആ പണം കിട്ടിയാൽ പോലും ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നാൽ ശബരിമലയിലും മോഷണമടക്കം. ആ മോഷണത്തിൽ മന്ത്രിമാർക്കൊക്കെ പങ്കുണ്ടേ. ഇവിടുത്തെ മിക്കവാറും കേരളം ഭരിക്കുന്ന മന്ത്രിമാരെ ദേവസ്വം വകുപ്പിൻ്റെ ഇപ്പോഴത്തെ മന്ത്രിക്കും മുൻ മന്ത്രിക്കും അതിൻ്റെ മുന്നത്തെ മന്ത്രിക്കും ഒക്കെ അത്തരം കാര്യങ്ങളിൽ വലിയ പങ്കുണ്ട്. കാരണം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ ഓൾറെഡി ജയിലിനകത്ത് കിടക്കുകയാണ്. അതേപോലെ തന്നെ ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആളുകൾക്ക് ജയിലിൽ തന്നെ താമസിക്കുകയാണ്. നിരവധി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ജയിലുണ്ട്. അപ്പോൾ അഴിമതി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അഴിമതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഴിമതി ചെയ്യാത്തവരില്ല. അത് സാധാരണ രീതിയിൽ പഴയ കാലത്ത് ചെയ്തിരുന്ന PMSൻ്റെ കാലം ഉണ്ടായിരുന്നു. EMS നേരിട്ട് അഴിമതി നടത്തൂല. പക്ഷേ EMS എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ EMSനെ പോലത്തെ ഒരു മോശം മുഖ്യമന്ത്രി ആവാൻ വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ള EMSൻ്റെ കാലത്ത് അഴിമതി EMS നേരിട്ട് നടത്താതെ കണ്ട് മറ്റുള്ളവരെ കൊണ്ട് അഴിമതി നടത്തിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നല്ല തട്ടിപ്പിൻ്റെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ EMS എന്നൊക്കെ പറഞ്ഞൊരു ഒന്നാം തരം തട്ടിപ്പുകാരനാണ്. ആ തട്ടിപ്പുകാരൻ്റെ ശരിക്കും 1942 അദ്ദേഹത്തിൻ്റെ ഭൂസ്വത്ത് 30,000 രൂപയ്ക്ക് അദ്ദേഹം ആ ഭൂസ്വത്ത് അദ്ദേഹം മറ്റേ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നതായിട്ട് എഴുതി വയ്ക്കുന്നു. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും 50,000 രൂപ കൊടുക്കണം. പക്ഷേ രേഖകളിൽ കാണുന്ന 9,000 രൂപയാണ്. ഇത് ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഡോക്ടർ E. ബാലകൃഷ്ണൻ്റെ പുസ്തകമുണ്ട്. അതിൻ്റെ അവതാരികയ്ക്ക് MGS നാരായണൻ എഴുതിയിട്ടുണ്ട്. ഇവർ ധൈര്യം കൊണ്ട് ഇവരൊന്ന് കേസ് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അഴിമതി ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ശബരിമലയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശബരിമലയിൽ നമ്മൾ സാധാരണ ആളുകൾ ഭക്തന്മാരൊക്കെ ശബരിമലയിൽ പോകുന്നത് തൊഴാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ അവിടെ പോകുന്നത് ശബരിമലയിലെ വാതിൽപ്പാളികൾ നോക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ ദ്വാരപാലന്മാരെ നോക്കാൻ വേണ്ടിയിട്ടാണ്, വിഗ്രഹത്തെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനമൊക്കെ എങ്ങനെ അടിച്ചു മാറ്റാൻ വേണ്ടി സാധിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് പോകുന്നവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊരു വിഷയമല്ല. മാത്രമല്ല അവരെ സംബന്ധിച്ച് അവർ ജനങ്ങളിൽ നിന്ന് വളരെ അകന്നിട്ടാണ്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള 20 ബാക്കിയുള്ള മന്ത്രിമാരെല്ലാവരും തന്നെ ജനവിരുദ്ധന്മാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് വരേണ്ടതായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിക്ക് ഏകദേശം നിശ്ചിതമായ ശതമാനം വോട്ട് അവരുടെ കയ്യിലുണ്ട്. ഒരു 30% തുടങ്ങിയിട്ട് 35%, വേണമെങ്കിൽ നല്ല പീക്കായിട്ട് 40% വരേക്കും എത്താവുന്ന വോട്ടിംഗ് ശതമാനം അവർക്കുണ്ട്. പക്ഷെ മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ മിക്കവരൊക്കെ അഴിമതിക്കാരാണ്. കോൺഗ്രസ്സുകാരിൽ അഴിമതി ഉണ്ടാക്കുന്ന പണം മുഴുവൻ സ്വന്തം പോക്കറ്റിലേക്കാണ് കൊണ്ടുപോവുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ കുറച്ചൊരു 10% പാർട്ടിക്ക് കൊടുക്കും. ഇവിടെ ലിവി കൊടുക്കുന്ന ഏർപ്പാടില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് അവരുടെ നിശ്ചിതമായിട്ട് വോട്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളാണ്. കുറച്ച് RSPക്ക് കുറച്ച് വോട്ടുണ്ട്. അത് നിർത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു 15-20% താഴെ വോട്ടേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ്സുകാരൻ്റെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടിനേക്കാളും കുറവും, കോൺഗ്രസ്സുകാരുടെ കയ്യിലിരിപ്പ് വളരെ വളരെ മോശമായതിൻ്റെ പേരിൽ പുതിയ തലമുറയിൽപ്പെട്ടുള്ള ആളുകളാരും കോൺഗ്രസിന് വോട്ട് ചെയ്യാനും തയ്യാറില്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇപ്പോൾ മുഖ്യമായിട്ട് 3 മുന്നണികളാണ് ഉള്ളത്. ഒന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന മുന്നണി, ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയുണ്ട്. ഒന്ന് UDF ഉണ്ട്, അതായത് കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയുണ്ട്. BJP ഉൾപ്പെടുന്ന NDA ഉണ്ട്. ഈ 3 പ്രസ്ഥാനത്തിനകത്ത് NDA സംബന്ധിച്ച് NDAക്ക് മുൻകാലങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 20% വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 25% വരേക്ക് വോട്ടിൻ്റെ വർധനവ്, 5% വോട്ടിൻ്റെ വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല. കാരണം കേരളത്തിൻ്റെ സാഹചര്യം അത്തരത്തിലാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ നിരാശരാണ്. ഒരു നല്ല ഭരണമില്ല, ഒരു നല്ല പ്രതിപക്ഷമില്ല. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ ജനങ്ങളിൽ ആകെ കേരളത്തിൻ്റെ പോപ്പുലേഷൻ എത്രയാണ്? 4 കോടി ജനങ്ങളാണ്. അതിൽ 50 ലക്ഷം ആളുകൾ പുറത്താണ്. ഈ 50 ലക്ഷത്തിൻ്റെ പ്രായം എത്രയാണ്?
30 വയസ്സിൽ താഴെയുള്ളവരാണ് ഭൂരിപക്ഷം വരുന്ന ആളുകൾ. എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിരിക്കുന്ന മലയാളികൾ ഏറെ പേരും ഈ നാട് വിട്ട് അന്യരാജ്യത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, അവർ രാജ്യം വിട്ടു പോകുന്നു, അവർ UK പോകുന്നു, അവർ കാനഡയിലേക്ക് പോകുന്നു, അവർ ന്യൂസിലൻഡിലേക്ക് പോകുന്നു, ആസ്ട്രേലിയയിലേക്ക് പോകുന്നു. പഴയ കാലത്തുണ്ടായിരുന്ന കുറച്ചാളുകൾ മാത്രം മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെ കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ ഭരണരംഗത്തുള്ള കേരളത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ഈ കെടുകാര്യസ്ഥയ്ക്ക് പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയന് പങ്കുണ്ട്, അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട്, കെ കരുണാകരൻ്റെ കാര്യത്തിൽ പങ്കുണ്ട്, PS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ പങ്കുണ്ട്, എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അവർക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? ഇപ്പോൾ നമ്മൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വേറെ എവിടെയും പോകാൻ ബാക്കിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മിക്കവാറും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചറിയാൻ സാധിക്കും. വോട്ടിംഗ് ശതമാനം 2% തുടങ്ങി 3% വരെ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നു. എല്ലാ ജില്ലകളിലും കുറഞ്ഞിട്ടുണ്ട്. ആ കുറയാനുള്ള കാരണം തിരക്കിയപ്പോഴാണ് മിക്കവാറും വീടുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരാളാണ് ഇത് ചാനലിൽ പറഞ്ഞത്. മിക്കവാറും വീടുകളിലൊക്കെ പ്രായമായിട്ടുള്ളവർ മാത്രമാണുള്ളത്, ചെറുപ്പക്കാരില്ല. ഒരു വീട്ടിൽ 4 വോട്ടുണ്ട്. എത്ര വോട്ടാണ് പോൾ ചെയ്തിട്ടുണ്ടാവുക? 2 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? മറ്റു 2 വോട്ട്, ആ 2 വോട്ട് വിദേശത്താണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ്, അല്ലെങ്കിൽ ചെന്നൈയിലാണ്, അല്ലെങ്കിൽ അവർ മറ്റേ ഡൽഹിയിലാണ്, കേരളത്തിലില്ല. അങ്ങനെ വോട്ടിന് ചെയ്യാനായിട്ടുള്ള യുവാക്കളുടെ എണ്ണക്കുറവ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, ഭരണരംഗത്ത് കാര്യമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജിന് വളരെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനകത്ത് ആര് ജയിക്കുന്നുള്ളതിൻ്റെ സാധാരണ ഇതിൽ പറയാറുണ്ട് യുവജനങ്ങളാണ് തീരുമാനിക്കാമെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളാണ് തീരുമാനിക്കാമെന്ന് പറയാറുണ്ട്. ഈ 2 വിഭാഗത്തിൻ്റെയും വോട്ടിങ്ങിൻ്റെ പോളിങ്ങിൻ്റെ ശതമാനം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്കിനെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവിടെയാണ് BJPയുടെ പ്രസക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. പലപ്പോഴും NDAയുടെ പ്രസക്തി ശരിക്കതാണ്. ഈ പറയുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നത് അതാർക്കാണെന്നുള്ളതാണ്. ഇന്നിപ്പോൾ 50 ലക്ഷം പേര് പോയി, വേണ്ടി വന്നാൽ ഒരു 10 ലക്ഷം കൂടി പോകാൻ ബാക്കിയുണ്ട്. അവരെ പോകാതെ കണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് കൃത്യമായുള്ള നയപരിപാടികളുള്ള, വികസന സിദ്ധാന്തങ്ങളുള്ള, വികസന നയപരിപാടികളുള്ള പ്രസ്ഥാനങ്ങൾക്കാണ് സാധിക്കുക. അവിടെയാണ് BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ, ഞാനിപ്പോൾ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ വരുന്ന സമയത്ത് രാഷ്ട്രീയ രംഗത്തുള്ള ഗുണപരമായിരിക്കുന്ന മാറ്റമാണ് ഉണ്ടാവുക. സാധാരണ ട്രഡീഷണൽ പൊളിറ്റിക്സ് അല്ലാതെ സാധാരണ രാഷ്ട്രീയത്തിലുണ്ട്. 40 കൊല്ലം 50 കൊല്ലക്കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി, അതിനുശേഷം പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി. അങ്ങനെയാണ് പിണറായി വിജയനായത്. പിണറായി വിജയൻ ഏകദേശം 1969 സമയത്താണ് രാഷ്ട്രീയ രംഗത്ത് സജീവമായത്. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് 1969 തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തയ്യൽ തൊഴിലാളിയായിരിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ തെരുവീതിയിൽ കുത്തിമലർത്തിയിട്ടുള്ള ആളാണ്. അതിൻ്റെ പേരിൽ പ്രതിയായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ പിന്നെ പിൽക്കാലത്ത് മുഖ്യമന്ത്രിമാരാകുന്നതാണ് കേരളത്തിൻ്റെ പതിവ് ശരിക്കതാണ്. അതിൽ നിന്നുള്ളൊരു വ്യത്യാസമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ്. ആ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് അത് BJPയെ സംബന്ധിച്ച് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തുള്ള വലിയൊരു കാതലായിട്ടുള്ള മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ, പക്ഷേ ഞാൻ ചോദിക്കുന്നത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇലക്ഷനിലേക്ക് തന്നെ വരുമ്പോൾ ഈ കോൺഗ്രസ് ഒരു ഈസി വാക്ക് ഓവർ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ അതിന് സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസിനെ വലച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതകളേറെയാണ്. എന്നാൽ ഓപ്പോസിറ്റ് ശബരിമല വിഷയവും അവിടെ സജീവമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തദ്ദേശത്തിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതിൽ മുന്നേറ്റം ഉണ്ടാകുന്നത് എപ്പോഴും CPM-നായിരിക്കും, ഇടതുപക്ഷത്തിനായിരിക്കും. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ CPM-ന് അനുകൂലമായിട്ടാണ് വരിക, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരിക. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല. ചില സമയത്തൊക്കെ കാതലായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഈ മാറ്റം വരുന്നതിൻ്റെ ഇപ്രാവശ്യം അത് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രശ്നങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരത്തിൻ്റെ വർധനവ് അതൊരു വലിയ കാര്യമാണ്. വ്യാപകമായിട്ടുള്ള അഴിമതി, ശബരിമല അയ്യപ്പനെ പോലും അടിച്ചു മാറ്റുന്ന രീതിയിലുള്ള ഭരണകക്ഷിയുടെ നിലപാടുകൾ, ഇതൊക്കെ സാധാരണ രീതിയിൽ ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ട് വരണം. പക്ഷെ ഇവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ട് വരുന്നില്ല. അതിന് കാരണം കോൺഗ്രസിൻ്റെ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ പ്രശ്നമുണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നിപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മറ്റേ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒന്നിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം. പക്ഷേ പ്രതിപക്ഷ നേതാവിന് പറയാൻ മറ്റൊന്നുണ്ടായിരുന്നത്. കാരണം ആകപ്പാടെ ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ കമൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പ്ലാൻഡ് ആണെന്നാണ്.
പരാതി കൊടുക്കുന്നത്. ഈ പ്ലാൻഡ് ആയിട്ടുള്ള പരാതി അല്ലാതെ എങ്ങനെയാണ് കൊടുക്കുക ദേവസ്വം ഈ KPCC പ്രസിഡന്റ് ഒന്ന് പറയേണ്ടതല്ലേ? ഇത് ഒരു പരാതി ഒരാൾ ഒരു സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പ്ലാൻ ചെയ്തല്ലാതെ കണ്ട് കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തല്ലാതെ കണ്ട് എങ്ങനെയാണ് പരാതി കൊടുക്കുക? അങ്ങനെ പരാതി കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പോലും നിശ്ചയമില്ലാത്ത ഒരാളാണ് KPCC പ്രസിഡന്റ്. അങ്ങനെ ധരിക്കുന്ന ഒരാൾക്ക് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ മാതിരി വിളിച്ചു പറയാമെന്ന് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ഒരു വക്കീലായിട്ടുള്ള സണ്ണി ജോസഫ് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഒരു പരാതി കൊടുക്കുന്നത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പറയുന്ന വിവരക്കേടുള്ള ആളാണ് കേരളത്തിൻ്റെ KPCC പ്രസിഡന്റ് എന്നുള്ളതാണ് വസ്തുത. ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരം വേണ്ട രീതിയിൽ എൻകേഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് സാധ്യമല്ല. പ്രതിപക്ഷ പ്രസ്ഥാനം രംഗത്ത് നിന്ന് ഔട്ടാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഒരു പരിധിവരെയെങ്കിലും സാധ്യത വരുന്നത് മൂന്നാമത്തെ വലിയ പ്രസ്ഥാനമായിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിലെ നരേന്ദ്രമോദിയുടെ ഒരു ശക്തമായിട്ടുള്ള നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് ഇതിൻ്റെ സാധ്യത വളരെ കൂടുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്.